ഇപ്പോൾ പലർക്കും ഉള്ള ഒരു പ്രശ്നം, എന്റെ ഈ മെസ്സേജുകളിലൂടെ സൃഷ്ടാവാൻ ദൈവത്തിന്റെ ശരിക്കുള്ള ആ വ്യവസ്ഥകളും ആത്മാവിന്റെ ഇഷ്ടങ്ങളും പ്ലാൻ, ദൈവത്തിലോട്ടെത്താൻ, മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ നെഗറ്റീവ് ശക്തികൾ, പോസിറ്റീവ് ശക്തികൾ, ഇതിനെക്കുറിച്ചുള്ള അറിവ്, ശരി തെറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം പലർക്കും ബോധം വന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ എന്തിനും പേടിയാണ്. കാരണം ഇപ്പൊ അമ്പലത്തിൽ പോണ കേസ്, വീട്ടുകാരൊക്കെ അമ്പലത്തിൽ പോകുന്നു, നമ്മൾ മാത്രം, അല്ലെങ്കിൽ എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്ക് മാത്രം ഈ വിധ കാര്യത്തെക്കുറിച്ചൊക്കെ അറിവുണ്ട്, ബോധമുണ്ട്. ഇപ്പോഴത്തെ ആരാധനാ കേന്ദ്രങ്ങൾ ഏത് മതത്തിലാണെങ്കിലും ഒക്കെ നെഗറ്റീവ് ശക്തികളാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇത് അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ബാക്കിയുള്ളവരോടൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല, അവരത് വിശ്വസിക്കുകയില്ല, അത്രയും വളർച്ച അവർക്ക് വരുന്നില്ല. പക്ഷെ നിർബന്ധിക്കുമ്പോൾ നമ്മൾ പോയാൽ ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ തെറ്റിപ്പോകുമോ, നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമോ, ഇത് കാരണം ഒരു പേടിയാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞ ദൈവസ്നേഹമുണ്ടെങ്കിലും കൂടി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ പേടിയാണ്. ഇപ്പൊ വളരെ അടുത്ത വീട്ടിനടുത്തൊക്കെ ഉള്ളവരുടെ മരണം, അടുത്ത ബന്ധുക്കളുടെ മരണം, അപ്പൊ പോവാതിരിക്കാനും പറ്റൂല. പോയാൽ മരണ വീട്ടിൽ പോകുന്നത് നെഗറ്റീവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം എന്തെങ്കിലും പ്രശ്നം വരുമോ, അത് ആത്മാവ് നമുക്കെതിരാകുമോ, ദൈവത്തിന് ഇഷ്ടമില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സംശയം. ചില കല്യാണങ്ങൾ, ഈ ആചാര പ്രകാരമുള്ള ചില കല്യാണം, അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ലെന്നെങ്കിലും പലരും വിളിച്ച് പല പല സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. പേടി, എന്ത് ചെയ്യട്ട് പോണ്ടേ, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിഷമമാണ് പലർക്കും. കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആകെ ഒരു പേടി. കാരണം ലക്ഷ്യം ഉണ്ട്, ആ ദൈവത്തിലേക്ക് എത്തുക, പോസിറ്റീവിലേക്ക് മാക്സിമം എത്തുക. പക്ഷെ സാഹചര്യം സമ്മതിക്കുന്നതുമില്ല. അപ്പൊ അത് കാരണം ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് പലരും എന്നെ വിളിക്കുന്നത്. അപ്പൊ അവരടുത്തൊക്കെ ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മാവിന്റെ തൃപ്തി, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നോക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുക. ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പോണം. ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിനറിയാം. ഇപ്പൊ പലരും പറയുന്നത് പ്രൊട്ടക്ഷൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ പ്രൊട്ടക്ഷൻ തരണേന്ന് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. അവിടെ ചെന്നാലും ആകെ ഒരു ടെൻഷനാണ്, പ്രൊട്ടക്ഷൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ സൃഷ്ടാവായ ദൈവത്തെ ഇങ്ങനെ കിടന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഹൈ ലെവലിലേക്ക് ഉയർന്നു വരാനും എത്രയോ പെട്ടെന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് കേട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ആകെ ഒരു പേടിയാണ് ഇപ്പൊ എല്ലാവർക്കും. കാര്യം അറിഞ്ഞും പോയി, ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നതുമില്ലാത്ത ഒരു നിരാശയും പേടിയും കൂടെ മിക്സായാണ് ഇപ്പൊ പലർക്കും ഉള്ളത്. അപ്പൊ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അത് പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് വിഷമങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങൾ ആ ദൈവത്തോട്, പരമാത്മാവിനോട് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ പറയുക. എന്റെ അടുത്ത് പറയുന്നത് പോലെ തന്നെ പറയണം. ആ ദൈവമേ, ഇങ്ങനൊരു വിഷയമുണ്ട്, എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരാണ്, ഇല്ലെങ്കിൽ നാളെ അത് ശത്രുവാകും, ഇങ്ങനെയൊക്കെ നിങ്ങളെ ഉള്ളിലൂടെ തന്നെ നിങ്ങൾ ആദ്യം പറയണം. അപ്പൊ ഈ പറയുമ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വ്യാജമാണ് പറയുന്നത്. ഇപ്പൊ എന്നെ വിളിച്ച് പറയുമ്പോൾ പലർക്കും വ്യാജം പറയാം. ഉദാഹരണം പറഞ്ഞാൽ, സാറേ എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ വളരെ ബന്ധുവാണ്, പക്ഷെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം. പക്ഷെ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണോ ഇല്ലെന്നുള്ള ഈ മറ്റ് ശക്തികൾ, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന പോസിറ്റീവ് ശക്തികൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ദൈവത്തിനൊക്കെ അത് അറിയാം. പക്ഷെ എന്നോട് പറയുമ്പോൾ ചിലപ്പോൾ മാറ്റി തിരിച്ചായിരിക്കും പറയുന്നത്. പോകാനുള്ള ആഗ്രഹത്താലും പോയാൽ പ്രശ്നമൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂല. ഞാൻ പൊയ്ക്കോ എന്ന് പറഞ്ഞാലും നിങ്ങൾ ചാടിക്കയറി പോകുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങളുടെ ആത്മാവിനും ദൈവത്തിനും അറിയാന്നുള്ളത് കൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടൂല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് എന്നെ വിളിച്ച് പറയും, അത് സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, എന്നിട്ടും എനിക്ക് ഇങ്ങനെ പ്രശ്നം വന്നു. അപ്പൊ കുറ്റം എന്റേതാവും. അപ്പൊ എനിക്കതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് പ്രാർത്ഥിക്കണം, ഉള്ളിലൂടെ തന്നെ ദൈവത്തോട് തന്നെ പറയണം, ഇങ്ങനെ ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയി, അതുകൊണ്ട് എന്നെ കാത്തുകൊള്ളണേന്ന് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. അപ്പൊ എന്റെ സിറ്റുവേഷനിൽ എനിക്ക് ഇതേപോലുള്ള പല പല സിറ്റുവേഷൻ പണ്ട് കൊണ്ടത്. ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു ഒറ്റപ്പെട്ട ജീവിതം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധുക്കളോ ഇങ്ങനെയുള്ള ആൾക്കാരോ സുഹൃത്തുക്കളൊന്നും വളരെ അങ്ങനെ ഇല്ല ഉള്ളത്. എന്നെ വിശ്വസിക്കുന്നതും എന്നിലൂടെ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അല്പം ചിലര് ഞാനിപ്പോ സഹകരണമുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ആ ടെൻഷനില്ല. പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞ് വരുന്ന സമയത്തെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഇതേപോലെ കല്യാണങ്ങളുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്.
അപ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് പറയും, കാര്യം എന്റെ അറ്റാച്ച്മെന്റ് വെച്ചിട്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് പലതും. എനിക്ക് ഈസി ഇപ്പൊ ഞാൻ ചിന്തിക്കും, പക്ഷെ അന്നൊക്കെ അത് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ഇപ്പൊ എനിക്ക് ചിന്തിക്കും. പക്ഷെ അന്നത്തെ മാനസിക വളർച്ച, അന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന സമയത്ത് എന്റെ ഭൗതിക മനസ്സ് ഭൗതികത്തിൽ പലതിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ കാര്യം കേട്ടുടനെ എല്ലാം കൂടെ അങ്ങ് പാലിക്കാനുള്ള അത്രയും കഴിവൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ദൈവമേ എന്നും പറഞ്ഞ് ദൈവത്തോട് വിഷമവും പ്രൊട്ടക്ഷനൊക്കെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ പോണത്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ വലുത് സംഭവിക്കാനാൽ വലിയ ശല്യങ്ങളൊന്നും ഈ നെഗറ്റീവ് ശല്യം ചെയ്യാതെ ദൈവനെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ നമ്മളിങ്ങനെ പോകുന്നത് നമ്മുടെ ശക്തി, നമ്മൾ നിയന്ത്രിക്കുന്ന ശക്തികൾക്കോ പോസിറ്റീവ് ശക്തികൾക്കോ അല്ലെങ്കിൽ ദൈവത്തിനോ നമ്മുടെ ആത്മാവിനോ ഒന്നും വലിയ വിഷയമൊന്നുമല്ല. കാര്യം പോയാലും പോയില്ലേലും അതൊരു വിഷയം, അതൊക്കെ ഭൗതിക കാര്യങ്ങളാണ്. പക്ഷെ അതിലൂടെ അവിടെയൊക്കെ നിയന്ത്രിക്കുന്ന ഈ വിധ അദൃശ്യ പൈശാചിക ആസുരിക ശക്തികൾ നമ്മളെ വന്ന് വെറുതെ ശല്യം ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരു 5 ദിവസം പനി പിടിച്ച് കിടന്നു, അല്ലെങ്കിൽ ഒരു 10 ദിവസം നമുക്ക് ആകെ ഒരു വിമ്മിഷ്ടവും തലവേദനയായിട്ട് നമ്മൾ അസ്വസ്ഥമായാൽ നമ്മുടെ ആത്മാവിന് ഈ 10 ദിവസം പല കാര്യങ്ങളും ചെയ്യാനോ പ്രവർത്തിക്കാനോ പറ്റാതെ ഇവന്റെ രോഗം, നമ്മുടെ രോഗം മാറണ ഒരു ആത്മാവിന് കാത്തിരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഭൗതികമായിട്ട് എന്തെങ്കിലും ശല്യങ്ങൾ ഈ ആശ്രിക ശക്തികൾ ചെയ്താൽ നമ്മുടെ ആത്മാവിന് പല കാര്യത്തിലും ബ്ലോക്കേജ് വരും. അതുകൊണ്ടാണ് ഇത് ശരിയല്ല എന്ന് പറയാം. അല്ല, ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പോയി എന്തെങ്കിലും കാര്യം ചെയ്ത് ഒരു നെഗറ്റീവ് ശക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പണി വാങ്ങിച്ചു കിട്ടിയാൽ ദൈവത്തിന് എന്ത്? ദൈവത്തിന് നിങ്ങൾ ആത്മാവ് ദൈവത്തിലേക്ക് എത്തിയിരിക്കും. ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുകയും ആ സൃഷ്ടാവൻ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സകല ആത്മാക്കളും ആ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോയിരിക്കാൻ മാറ്റമൊന്നുമില്ല. ഇത് വിശ്വസിക്കുന്ന എല്ലാവരും പോയിരിക്കും. കാര്യം നിങ്ങൾ അതിലോട്ട് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ആത്മാവ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി വളർന്നു കഴിഞ്ഞു. ഇനിയും കൂടുതൽ വളരാനേ ഉള്ളൂ. അപ്പൊ അത് എന്തായാലും അങ്ങോട്ട് പോയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലോ നമ്മൾ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഭൗതികമായി നിൽക്കുന്ന നിങ്ങൾക്കാണ് ദോഷം വരുന്നത്. അല്ല, ആത്മാവിന് യാതൊരു പ്രശ്നവും ഇല്ല. ആത്മാവിന് ശരിക്കും സന്തോഷമാണ് ആവണത്. യവൻ ഇതിലൂടെ ഈ കാര്യം പഠിച്ചല്ലോ എന്ന് പറഞ്ഞ് ആത്മാവിന് സന്തോഷം വരും. പക്ഷെ നമുക്കാണ് പ്രശ്നം വരുന്നത്. നമ്മൾ സമ്പാദിച്ച ചിലപ്പോൾ കാശ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകും, നമുക്ക് ചില തലവേദന വരും, ചിലപ്പോൾ നമുക്ക് പനി വരും, നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ദോഷം സംഭവിക്കും. ഇങ്ങനെ ഈ ആസുരിക ശക്തികൾ നമ്മൾ എന്ന് പറയുന്ന ഭൗതികമായി നിൽക്കുന്ന നമ്മളിലാണ് ശല്യം ചെയ്യുന്നത്. നമ്മൾ ആത്മാവിനെ കീഴ്പ്പെടുത്താനോ നശിപ്പിക്കാനോ ഒന്നും പറ്റൂല. ഇത് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലെ, ദൈവം പറഞ്ഞു തരുന്നത് മാക്സിമം ഒഴിവാക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇപ്പൊ എനിക്ക് പല കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റാതെ ആയിപ്പോയി. കാര്യം എന്റെ നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന പല സുഹൃത്തുക്കളും എന്നെ പല കാര്യത്തിനൊക്കെ വിളിക്കുമ്പോൾ എനിക്കിപ്പോ ഞാൻ ദൈവത്തിന്റെ ആൾ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ അവരെന്നെ പുച്ഛിക്കുകയും ചിലപ്പോൾ കുത്തുവാർത്ത് അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതും ഒരു സൈഡ് നെഗറ്റീവായിട്ട് വരികയല്ലേ. അപ്പൊ ഇത് പേടിച്ച് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാതെ ശരി ഒന്നും പറഞ്ഞ് ഞാൻ ജസ്റ്റ് പോകുമ്പം അവരിലൂടെ അല്ലെ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ആ നെഗറ്റീവ് ശക്തികൾ എന്നെ ശല്യം ചെയ്യും. പക്ഷെ ഞാൻ ദൈവത്തോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ 10 ദിവസം വരുന്ന ശല്യം ഒരു ദിവസം കൊണ്ട് തീരും. അപ്പോഴത്തേക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. എത്രത്തോളം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രൊട്ടക്ഷൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അത്രത്തോളം നമുക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അല്ലാതെ ഒരിക്കലും ദൈവം നമ്മളെ നശിക്കാനോ കിടന്ന് കഷ്ടപ്പെടാനോ ഒരിക്കലും വിട്ടുകൊടുക്കും എന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ ഈ വിധ ശക്തികളെല്ലാം സൃഷ്ടിക്കുകയും അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തി നിയന്ത്രിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവായ ആ ദൈവത്തിന്റെ ഹൈ തലത്തിലോട്ടാണ് നമ്മളുടെ ബന്ധം എന്ന് നിങ്ങൾ ആദ്യം ഓർക്കണം. നമ്മൾ ആ ദൈവത്തിന്റെ വില അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും പേടിയും വരുന്നത്. ഇത് നമ്മുടെ ഭൗതിക കാര്യത്തിലുള്ള ഇപ്പൊ എന്ത് കർമ്മത്തിലും അതിന്റേതായ ഫലം വരും നിയമമുണ്ടല്ലോ. അപ്പൊ ഒരു പിശാചിന്റെ അല്ലെങ്കിൽ ആശ്രിക ശക്തിയുടെ വായിച്ചെന്ന് ചാടിയാൽ അതിന്റേതായ ഒരു ഫലം വരും. പക്ഷെ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ എന്നെ അധികം ഒന്നും ബാധിക്കുന്നില്ല. ഞാനത് വാച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം ഉള്ള ശല്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. പോയാലോ അപ്പൊ ഉത്സവമൊക്കെ സമയത്ത് എന്റെ വീടിന്റെ അടുത്തൊക്കെ വളരെ പ്രശസ്തമായതും ഒരുപാട് പഴക്കമുള്ള അമ്പലമൊക്കെ ഉണ്ട്. അവിടെ ഉത്സവം കാണാനും അവിടുത്തെ പരിപാടികൾ കാണാനും ഒക്കെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ഒരു പോസിറ്റീവ് ചൈതന്യം ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് അത് ബൂസ്റ്റായി വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കാര്യങ്ങൾ കാണും ഒക്കെ ചെയ്യും. പക്ഷെ മുമ്പൊക്കെ ഞാൻ അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ നെഗറ്റീവ്സിന്റെ ശല്യം എനിക്ക് വരും, ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ശല്യം വരുന്നില്ല. അതിനർത്ഥം അവിടുത്തെ നെഗറ്റീവിനെക്കാട്ടിലും എന്റെ ആത്മാവ് കുറച്ചും കൂടെ പവർഫുൾ ആയത് കാരണം അവിടുത്തെ നെഗറ്റീവ് എന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. ഇപ്പൊ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അമ്പലത്തിന് അവിടെ ഭക്തിയോ അല്ലെ അവിടെ പേടിയോ നെഗറ്റീവ് ആണല്ലോ എന്ന പേടിയോ അല്ലെ ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടല്ലോ എന്നുള്ള അമിത ഭക്തി അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നൂല.
നിങ്ങളുടെ ചൈതന്യത്തിന്റെ ഒരു ഭാഗം അവിടെ ഉണ്ട് എന്നേ നിങ്ങൾക്ക് വരിക. നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഈ സ്ഥലത്തുണ്ട് എന്നൊരു ബോധം അകത്തുനിന്ന് വരും. അത് കാരണം നിങ്ങൾ അവിടെ പോയി ഭയങ്കര ഭക്തിയായിട്ടൊന്നും തോന്നും. കാരണം നമ്മളിൽ തോന്നുന്ന ഭക്തിയുടെ അത്ര പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് തോന്നൂല. കാരണം നമുക്ക് അതിനെക്കാട്ടി പവർഫുൾ ആവും. അതൊക്കെ ഒരു അവസ്ഥയാണ്. നിങ്ങളത് ആയി വരുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ആ മനസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യാതൊരു സ്ഥലത്ത് പോയാലും ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ മരണ വീട്ടിൽ പോയാലോ ഒന്നും യാതൊരു പ്രശ്നം പിന്നെ നിങ്ങൾക്ക് വരൂല. കാരണം അവിടുത്തെ നെഗറ്റീവിനെക്കാട്ടിലും നിങ്ങളുടെ പോസിറ്റീവ് ശക്തികളും അല്ലെ നിങ്ങളുടെ ആത്മാവും പവർഫുൾ ആയി കഴിഞ്ഞാൽ ഇതൊന്നും പേടിക്കണ്ട. പക്ഷെ അതുവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് എന്റെ കാര്യം. കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഭൗതിക സുഖങ്ങളിലും നിങ്ങളുടെ ഭൗതികത്തിലും ശല്യം ചെയ്യും. ശാരീരിക പീഡനം, ധനനഷ്ടം, ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ അടുത്ത് ശല്യം, നിങ്ങളെ ജോലി സ്ഥലത്ത് ശല്യം ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഭൗതിക മേഖലയിൽ നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് ശരിക്കും അസൃഷ്ടാവ ദൈവത്തിനോ അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന പോസിറ്റീവ് ശക്തികൾക്കോ അതൊരു വിഷമമായതുകൊണ്ടാണ് ഒഴിവാക്കാനായിട്ട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പേടിച്ച് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ജസ്റ്റ് പോവുക. എന്തെങ്കിലും വന്നാൽ അതിനെ ഇളവ് ചെയ്ത് ദൈവം തന്നിരിക്കും. ഒരിക്കലും അത് മൊത്തം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കൂല. കാരണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി അടുക്കുന്നവരാണെന്നുള്ളത് ഈ പ്രകൃതിക്ക് അറിയാലും മാറ്റമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കും. ഇനി എത്രക്കാർക്കാണ് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? ഇതാണ് അടുത്ത മനസ്സിലാക്കേണ്ടത്. ശരിക്കും ദൈവത്തോട് അതിഭയങ്കരമായ ഭക്തിയും സ്നേഹവും, ഞാൻ ഈ പറയുന്ന പ്രകൃതിയുടെ വ്യവസ്ഥകളെല്ലാം അച്ചട്ട് പാലിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്. അങ്ങനെ പാലിച്ചാൽ പോലും ഇപ്പൊ ഇതെല്ലാം അത് ഞാൻ പാലിക്കുന്നുണ്ട്, അവിടെ പോകുന്നില്ല, ഇത് ഞാൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്തു ഒക്കെ ഓക്കെ. പക്ഷേ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ആ സൃഷ്ടാവ ദൈവത്തോട് ഭയങ്കരമായ സ്നേഹമോ ഭക്തിയോ ഇല്ല എങ്കിൽ നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ കുറയും. കാരണം നമ്മൾ ഒരുപാട് വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ പാലിച്ചാൽ പോലും പ്രൊട്ടക്ഷൻ കിട്ടും, ഇല്ലെന്നല്ല, അതിന്റെ പ്രൊട്ടക്ഷൻ വന്നിരിക്കും. പക്ഷേ ഇതൊന്നും ഒരാൾ പാലിക്കുന്നില്ല എന്ന് വെച്ചോ, ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ല. വീട്ടിലുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കാരണമോ നമുക്ക് ഇതൊന്നും അങ്ങോട്ട് പാലിക്കാനുള്ള മനസ്സ് വരുന്നില്ല. അത്രയും നമ്മുടെ മനസ്സ് ബലപ്പെട്ടില്ല. പക്ഷെ ദൈവം ദൈവം എന്ന് കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നു, ഉള്ളിൽ വിഷമം വരുന്നു, ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ഫീൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ. കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കണ്ണുനീര് വരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ദൈവത്തോട് അടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഫീൽ ഉണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, നിങ്ങളുടെ ആത്മാവ് ഭയങ്കരമായിട്ടുള്ള തീഷ്ണതയുള്ള ഒരു ആത്മാവാണ്. അത്തരക്കാർക്ക് നിയമങ്ങൾ, ഈ വ്യവസ്ഥകളൊക്കെ തെറ്റിപ്പോയാൽ പോലും ദൈവത്തിൽ നിന്നും നല്ല പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇതെല്ലാം അച്ചിട്ട് പാലിച്ച് പോകുന്നതല്ല ദൈവത്തിന് ഏറ്റവും വേണ്ടത്. ഉള്ളിൽ തട്ടിയുള്ള ആ സ്നേഹവും അതിഭയങ്കരമായിട്ടുള്ള ആ ഒരു തീഷ്ണത, ദൈവത്തോടും ഉള്ള തീഷ്ണത ഉള്ളവർക്കാണ് പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടുന്നത്. അവർ കുറച്ച് തെറ്റിപ്പോയാലും ഈ അവരെ ആത്മാവ് അത്രയും അറ്റാച്ച്ഡ് ആയത് കാരണം അവരുടെ ഉള്ളിൽ ദൈവ ചൈതന്യം കൂടുതലായിരിക്കും. ഈ പാലിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക മനസ്സ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് അതിൽ പഴകി പോയത് കൊണ്ട്, ഭൗതിക മനസ്സ് വീക്കായത് കൊണ്ടാണ് നമുക്കതിനെ ബലമായിട്ട് തരണം ചെയ്യാനുള്ള മനസ്സ് വരാത്തത്. പക്ഷെ നിങ്ങളുടെ ആത്മാവ് ഉണർന്നിട്ടുണ്ട്, അത്രത്തോളം തീഷ്ണത ദൈവത്തോട് വന്നിട്ടുണ്ട്. കാരണം പലരും എന്നെ വിളിച്ചിട്ട് പറയും, പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമം അവന് കരച്ചിൽ പറഞ്ഞ് എന്താണ് കാര്യം എന്ന് അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ആത്മാവിന്റെ സന്തോഷമാണ്. എന്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുകൂടെ ഞാൻ പറഞ്ഞു തരണമുണ്ട്, പലർക്കും സംശയമുള്ളതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോ കരച്ചിൽ വരുന്നു, പക്ഷെ ഈ സന്തോഷം വരുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ കരയുന്നത്? കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിപ്പുണ്ട്, ചിലപ്പോൾ ഏങ്ങി കരയാൻ തോന്നും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഗൾഫിലൊക്കെ പോയിട്ട് ഈ ഭർത്താവൊക്കെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ അച്ഛനൊക്കെ അമ്മ തിരിച്ചു വരുമ്പോൾ ഈ മക്കള് കാത്തിരുന്ന് അവസാനം അവരെ കാണുമ്പോ ചെന്ന് കരയണെന്തിനാണ്? അവിടെ എന്തെങ്കിലും ദുഃഖം സംഭവിച്ചിട്ടാണ് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരയണത്? അത് സന്തോഷത്തിന്റെ ഒരു കരച്ചിലാണ്. ചുമ്മാ ഏങ്ങി കരയും. അതാണ് ആ സ്നേഹത്തിന്റെ കരച്ചിൽ എന്ന് പറയുന്നത്. ഇതേ ഫീലാണ് നമ്മുടെ ആത്മാവിന് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. അല്ലെ, നിങ്ങൾ എന്ന് പറയുന്ന ബോധ മനസ്സുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് അടുക്കാനായി ശ്രമിക്കുമ്പോൾ ആത്മാവിന് ഭയങ്കരമായ സന്തോഷം വരും. കാരണം ഇത്രയും നാളും ഈ വ്യക്തി ഇതൊന്നും തിരിച്ചറിയാതെ എന്നെ ദൈവത്തോട് അടുക്കാൻ സമ്മതിക്കാതെ വഴിതെറ്റി നിന്ന ഈ വ്യക്തി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ ദൈവത്തോട് അടുക്കുന്നല്ലോ എന്ന സന്തോഷം. കാരണം ഇനി ആത്മാവിന് കൂടുതൽ പവർഫുൾ ആയി വരാം. കാരണം നിങ്ങൾ ട്രാക്കിലായി കഴിഞ്ഞു, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ തിരിച്ചറിഞ്ഞു തുടങ്ങി, അതായത് ആത്മാവിന്റെ മനസ്സിനെ. അപ്പൊ ആത്മാവിന് ഭയങ്കരമായ സന്തോഷം ഫീൽ ചെയ്യണതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരച്ചിലും വിഷമം വരുന്നത്. അത്തരക്കാർക്ക് കുറച്ചൊക്കെ തെറ്റിപ്പോയാലും നല്ല പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പക്ഷെ നമ്മൾ ഈ ഒരു ഫീല്, അപ്പൊ ആ ഒരു ഫീല് കിട്ടിയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. നമുക്ക് കൃത്രിമമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റൂല.
ഇത് കൂടുതൽ കൂടുതൽ ദൈവമായിട്ട് അടുത്തടുത്ത് ആ വരുന്ന ഒരു ആത്മാവ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തന്നെ ഉണ്ടായി വരുന്ന ഒരു ഫീലാണ്. അത്തരക്കാർക്ക് ഇങ്ങനെയുള്ള ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലുള്ള ഭയങ്കരമായ പേടിയിലെ അവന്റെ ആവശ്യമില്ല. ചെറുത് വരും. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോ ചിലപ്പോൾ എന്തെങ്കിലും ധനനഷ്ടമൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ പിറ്റേ ദിവസം എന്തെങ്കിലും എന്റെ ജോലിയിൽ എന്തെങ്കിലും നഷ്ടം വരികയോ അങ്ങനെ വരുമ്പോൾ എനിക്കറിയാം ഇന്നടുത്ത് പോയി അവിടുത്തെ ചില നേറ്റീവ്സ് എന്റെ തൊഴിലിൽ കുറച്ച് നഷ്ടം വരാൻ വേണ്ടി കിടന്ന് കളിക്കുന്നു എന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിനക്ക് ധനം തരുന്നതും ജോലി തരുന്നതും അതിലൂടെ ലാഭം തരുന്നതൊക്കെ ദൈവമാണ്. അപ്പൊ ഇപ്പൊ ഒരു 1000 രൂപ നഷ്ടപ്പെട്ടാൽ അത് 10,000 തരാൻ കഴിവ് ദൈവത്തിനുണ്ട്. കാരണം ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ, അത് നമ്മളെ നിയന്ത്രിക്കുന്ന പോസിറ്റീവ് ശക്തികളുടെ കയ്യിലല്ലേ. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ ചിലപ്പം വല്ല ശാരീരിക വേദനയോ വിഷമോ വന്നു കഴിഞ്ഞാൽ മിണ്ടാതോടെ തന്നെ ഇരിക്കും. അത്രയും നമുക്ക് റെസ്റ്റ് കിട്ടും. അപ്പം എന്റെ ഉള്ളിൽ ദൈവം പറഞ്ഞില്ല, അല്ലെ എന്റെ ആത്മാവിലൂടെ എനിക്ക് കിട്ടും, എന്തായാലും പനി പിടിച്ച് റെസ്റ്റ് ആയിട്ടിരിക്കുകയല്ലേ, കുറച്ച് കൂടുതൽ ദൈവത്തോടെ പ്രാർത്ഥിക്കുക. കാരണം എന്തായാലും തൊഴിൽ പിശാച് അല്ലെങ്കിൽ ഈ ആസുര ശക്തി ശല്യം ചെയ്യുന്നു, വന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുകയും. അപ്പൊ ഒരു ദിവസത്തേക്ക് ദേഹവേദന, 2 ദിവസത്തേക്ക് ദേഹവേദനയോ പനി പോലെ ലക്ഷണങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ അത് കൂടുതൽ ദൈവത്തോടെ എടുക്കാനും കൂടുതൽ കാഴ്ചകളും ദർശനങ്ങളൊക്കെ കാണാനും വേണ്ടി ഞാൻ അതിനായിട്ടങ്ങ് ഉപയോഗിക്കും. അല്ല അതുകൊണ്ട് നിരാശപ്പെടിച്ചിരിക്കില്ല. അപ്പൊ എന്റെ ഉള്ളിൽ തന്നെ കിട്ടും, 2 ദിവസം സഹിച്ചാൽ മതി എന്ന് കിട്ടും. കറക്റ്റ് 2 ദിവസം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ആവും, ഞാൻ പഴയതുപോലെ ആക്റ്റീവ് ആവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ പൈശാചിക ശക്തികൾ നമുക്ക് ചെയ്തു തരുന്നില്ല. ദേഷ്യം കൊണ്ട് കാണിക്കുന്നത് പോലുള്ള, നിങ്ങൾ ഇത്രയും നാളും ഈ ദൈവത്തെ അറിഞ്ഞുകൂടാതെയോ അല്ലെ ദൈവമായിട്ടൊരു ബന്ധം ഇല്ലാത്ത കാലത്ത് തെറ്റിപ്പോയപ്പോ നെഗറ്റിവിറ്റി കൂടിക്കൂടി ഈ ആസുരിക ശക്തികൾ നിങ്ങൾക്കുണ്ടാക്കുന്ന മാരക രോഗങ്ങളോ വലിയ വലിയ ദുരന്തങ്ങളോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ സൃഷ്ടാവാൻ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സംഭവിക്കൂല. ഇത് ആദ്യം മനസ്സിലാക്കണം. അഥവാ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അത് ഉള്ളതും കൂടി ക്രമേണ മാറിപ്പോവുകയുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സ് അത്രയും വളർന്നില്ല, അത്രയും ബലപ്പെട്ടില്ല, നമ്മൾ അത്ര ബലഹീനനാണ്, പോവും. അല്ലെങ്കിൽ നമുക്കതെന്തോ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ദൈവത്തിന്റെ കണ്ണിൽ അല്ലെങ്കിൽ മറ്റേ പോസിറ്റീവ് കണ്ണിൽ നിസ്സാരമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് പോവുക. വരുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കുക. പക്ഷെ പ്രൊട്ടക്ഷൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ എത്രത്തോളം പ്രാർത്ഥിക്കുകയോ അത്രത്തോളം ഈ നെഗറ്റീവ് ശക്തികളുടെ ശല്യങ്ങൾ അനുഭവിക്കാതെ നമ്മളെ പോസിറ്റീവ് ശക്തികൾ കാത്തുകൊള്ളും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.